നമസ്കാരം. ഫോട്ടോവേഡ് മാസികയുടെ വാരാന്ത്യ വാർത്താധിഷ്ഠിത പരിപാടിയായ ഫോട്ടോ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. സിഗ്മയുടെ സൂപ്പർ ഫാസ്റ്റ് 1740mm സ്റ്റാൻഡേർഡ് സൂം ലെൻസ് ഇതാ എത്തിയിരിക്കുന്ന വാർത്തയാണ് ആദ്യം അറിയിക്കാനുള്ളത്. ഒട്ടുമിക്ക മിറർലെസ് ക്യാമറകൾക്കും അനുയോജ്യമായ APS-C സൂം ലെൻസ് ആണ് സിഗ്മ അവതരിപ്പിച്ചിരിക്കുന്നത്. APS-Cക്ക് വേണ്ടിയുള്ള f1.D DC ആർട്ട് സൂപ്പർ ഫാസ്റ്റ് സ്റ്റാൻഡേർഡ് സൂം ലെൻസ് ആണിത്. LEXRF മൗണ്ടുകളിൽ ഇത് സ്യൂട്ടാവും. മിക്ക APS-C ക്യാമറകളിലും 1714mm 2660mm തുല്യമായ വ്യൂ ഫീൽഡാണ് നൽകുന്നത്. കാനൺ R സീരീസ് ക്യാമറകളിൽ ഇത് 2464mm ആയിത്തീരും. ഇതിന്റെ സ്ഥിരമായ f1.8 അപ്പർച്ചർ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിക്ക് അനുയോജ്യമാണ്. 2013 ഇറങ്ങിയ 1835mm f1.8 DC HSM ആർട്ട് ലെൻസിന്റെ പിൻഗാമിയാണ് ഇത്. മുൻഗാമിയേക്കാൾ ഏകദേശം 34% ഭാരം കുറവാണിതിന്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിനു ചുറ്റും ഡ്രോൺ ക്യാമറയ്ക്കും ലേസർ രശ്മിക്കും കർശന നിരോധനം ഏർപ്പെടുത്തി. വിമാനത്താവളത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശം റെഡ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡ്രോൺ ക്യാമറ മാത്രമല്ല, മൈക്രോലൈറ്റ് എയർക്രാഫ്റ്റ്, എയറോ മോഡലുകൾ, പാരാഗ്ലൈഡറുകൾ, പവർ ഹാൻഡ് ഗ്ലൈഡറുകൾ, ഹോട്ട് എയർ ബലൂണുകൾ, ലേസർ രശ്മികൾ എന്നിവയുടെ ഉപയോഗവും നിരോധിച്ചിട്ടുണ്ട്. ഇവയൊക്കെ വിമാനങ്ങളുടെ സുരക്ഷയ്ക്ക് ഗുരുതര ഭീഷണിയാണെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷാണ് നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇനി ഈ ആഴ്ച ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫി ആക്സസറിയാണ് ഗോഡോക്സ് AD200 Pro TTL ഫ്ലാഷ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫർമാർ ഉപയോഗിക്കുന്ന ഫ്ലാഷാണ് ഗോഡോക്സ് AD200 TTL Pro. ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിക്കോൺ, കാനോൺ, സോണി, ഒളിമ്പസ്, പാനാസോണിക്, ഫ്യൂജി എന്നിങ്ങനെ എല്ലാ ക്യാമറകളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. 2 ഹെഡുകൾ, ലിഥിയം ബാറ്ററി, ചാർജർ, ക്യാരി കേസ് എന്നിവയാണ് ഗോഡോക്സ് AD200 TTL പോക്കറ്റ് ഫ്ലാഷ് കിറ്റിൽ അടങ്ങിയിട്ടുള്ളത്. സ്പീഡ് ലൈറ്റ് ഹെഡ്, ഒരു ഓപ്ഷണൽ സോഫ്റ്റ് ബോക്സ്, ബ്യൂട്ടി ഡിഷ് അല്ലെങ്കിൽ കുട ഉപയോഗിച്ച് പരിഷ്കരിക്കാവുന്ന ഒരു ഓൺ ക്യാമറ ഫ്ലാഷ് എന്നിവയും ഉണ്ട്. ബെയർ ബൾബ് ഹെഡിൽ നീക്കം ചെയ്യാവുന്ന ഒരു ഫ്ലാഷ് ട്യൂബും ഉണ്ട്. 360 ഡിഗ്രി സോഫ്റ്റ് ലൈറ്റ് ആണ് ഈ ഫ്ലാഷിൽ നിന്നും ലഭിക്കുന്നത്. 1/128 മുതൽ 1/1 വരെ 8 ഘട്ടങ്ങളിലായി ക്രമീകരിക്കാവുന്ന 200 വാട്ട്സ് പവർ, 0.01 മുതൽ 2.1 സെക്കൻഡ് വരെ റീസൈക്കിൾ, 11300 സെക്കൻഡ് വരെ കുറഞ്ഞ ഫ്ലാഷ് ദൈർഘ്യം എന്നീ സവിശേഷതകളും ഇതിനുണ്ട്. മാനുവൽ, TTL, മൾട്ടി എന്നിങ്ങനെ 3 ഫ്ലാഷ് മോഡുകളാണ് ഇതിനുള്ളത്. ഉപയോക്താവിന്റെ ഇഷ്ടാനുസരണം പവർ, മോഡലിംഗ് ലൈറ്റ്, ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് കർട്ടൺ സിങ്ക് മുതലായ മാനുവൽ ഔട്ട്പുട്ടും പ്രദാനം ചെയ്യുന്നു. ഫ്ലാഷ് ഹെഡിന്റെ ബിൽറ്റ്-ഇൻ X1 റിസീവറിന്റെ പ്രയോജനം TTL-ലുണ്ട്. നിക്കോൺ, കാനൺ, സോണി, ഒളിമ്പസ്, പാനാസോണിക്, ഫ്യൂജി ക്യാമറകൾക്ക് ഓപ്ഷണൽ X1 TTL ട്രാൻസ്മിറ്ററുകൾ ലഭ്യമാണ്. ഗോഡോക്സ് വെബ്സൈറ്റിൽ ഫേംവെയർ അപ്ഡേറ്റുകളും ലഭിക്കും. ഗോഡോക്സ് AD200 Pro പോക്കറ്റ് ഫ്ലാഷിന് ശക്തമായ പവറും ഭാരം കുറഞ്ഞ മികച്ച പോർട്ടബിലിറ്റിയും ഉണ്ട്. ബിൽറ്റ്-ഇൻ ഗോഡോക്സ് 2.46 വയർലെസ് X സിസ്റ്റവും TTL ഫംഗ്ഷനുകളുടെ പൂർണ്ണ പിന്തുണയും ഉണ്ട്. AD200 പോക്കറ്റ് ഫ്ലാഷ് ഉപയോഗിക്കുമ്പോൾ ഷൂട്ടിംഗ് കൂടുതൽ ലളിതമാകും. ഈ പ്രോഡക്റ്റിന് ഇന്ത്യയിൽ ഓരോ സ്ഥലത്തും വ്യത്യസ്ത വിലയാണ് എന്നതാണ് കൗതുകം. 16,000 രൂപ മുതൽ 37,000 രൂപ വരെ വിലയുണ്ട്. ചൈനയിൽ ഇതിന്റെ ഹോൾസെയിൽ വില കൂടുതൽ വാങ്ങുമ്പോൾ 10,000 രൂപയ്ക്ക് അടുത്തു വരും. അത് ഇന്ത്യയിൽ എത്തുമ്പോൾ ടാക്സ് അടക്കം 13,000 രൂപ ആവുന്നു. പല വിതരണക്കാരും ടാക്സ് വെട്ടിച്ച് വിൽപ്പന നടത്തുന്നതിനാലാണ് ഇന്ത്യയിൽ പലയിടത്തും പല വില പ്രകടമാകുന്നത്. റീറ്റെയിൽ വില 18,000 രൂപ മുതൽ 23,500 രൂപ വരെയാണ്. ടാക്സ് വെട്ടിച്ച് വരുന്ന വിതരണക്കാരൻ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നു. ഡീലർമാർക്ക് നല്ലൊരു നേതൃത്വം ഇല്ലാത്തത് പല വിലയ്ക്ക് വിൽക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ഫ്യൂജി ഫിലിം അൾട്രാ കോമ്പാക്ട് സൈസിലുള്ള ഭാരം കുറഞ്ഞ ഫ്യൂജി നോൺ XF23mm f2.8 RWR ലെൻസ് അവതരിപ്പിക്കുന്നു. പോർട്ടബിലിറ്റി മനസ്സിൽ വെച്ചുകൊണ്ട് രൂപകൽപ്പന ചെയ്ത ഈ ലെൻസ് ശക്തമായ റെസൊല്യൂഷനും ഓട്ടോഫോക്കസ് പ്രകടനവും ഇത് നൽകുന്നുണ്ട്. ഫ്യൂജി ഫിലിം X സീരീസിന്റെ ഏകദേശം 40.2 മെഗാപിക്സൽ X ട്രാൻസ് ZMOS 5 HR1 സെൻസറുമായി പൊരുത്തപ്പെടുന്ന ഉയർന്ന റെസൊല്യൂഷൻ പ്രകടനം നൽകുന്നതിനാണ് XF23mm f2.8 RWR രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. AI അധിഷ്ഠിത അപ്ഡേഷനുമായി ലൈറ്റ് റൂമും ഫോട്ടോഷോപ്പും. അഡോബിന്റെ ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറായ ലൈറ്റ് റൂമിലും ഫോട്ടോഷോപ്പിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പുതിയ സവിശേഷതകൾ കൂട്ടിച്ചേർത്തു.
മുൻപ് പ്രഖ്യാപിച്ച സവിശേഷതകൾ വ്യാപകമായി ലഭ്യമാക്കുന്നതിനാണ് അഡോബ് ലൈറ്റ് റൂമും ഫോട്ടോഷോപ്പും അപ്ഡേറ്റ് ചെയ്യുന്നത്. ആയിരക്കണക്കിന് ഫോട്ടോകൾ വേഗത്തിൽ തരംതിരിക്കാൻ പറ്റുന്ന AI ഫിൽട്ടറിംഗ് സിസ്റ്റം ലൈറ്റ് റൂമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിമൂവ് റിഫ്ലക്ഷൻസ് ഫീച്ചർ ലൈറ്റ് റൂമിലേക്കും ലൈറ്റ് റൂം ക്ലാസിക്കിലേക്കും അഡോബ് കൊണ്ടുവന്നു. ജനറേറ്റീവ് AI ഉപയോഗിക്കാതെ തന്നെ അത് സാധ്യമാക്കുന്നു. അഡോബ് അതിന്റെ എൻഹാൻസ് ഓപ്ഷനുകളും കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. നോൺ ഡിസ്ട്രക്റ്റീവ് ഡീനോയിസ്, റോ ഡീറ്റെയിൽസ്, സൂപ്പർ റെസൊല്യൂഷൻ ടൂളുകൾ ഇപ്പോൾ ഡീറ്റെയിൽസ് പാനലിൽ ഉണ്ട്. അവ ഉപയോഗിക്കുന്നതിന് ഒരു പ്രത്യേക DNG ഫയൽ സൃഷ്ടിക്കേണ്ടതില്ല എന്നത് വർക്ക് ഫ്ലോ വർദ്ധിപ്പിക്കും. ലൈറ്റ് റൂമിന്റെ ജനറേറ്റീവ് റിമൂവൽ ടൂളും കമ്പനി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോഷോപ്പിന്റെ റിമൂവ് ഡിസ്ട്രക്ഷൻ ടൂൾ പോലെ ഫോട്ടോയുടെ വിഷയമല്ലാത്ത ആളുകളെ ഇപ്പോൾ സ്വയമേവ തിരിച്ചറിയാനും അവരുടെ മുകളിൽ പെയിന്റ് ചെയ്യാനും ഇതിന് കഴിയും. ക്വിക്ക് ആക്ഷൻസും ലൈറ്റ് റൂം മൊബൈൽ വെബ് ഉപഭോക്താക്കൾക്ക് അഡോബ് ലഭ്യമാക്കുന്നുണ്ട്. ഇനി അപ്ഗ്രേഡ് ചെയ്ത പുതിയ ട്രൈപോഡുമായി പീക്ക് ഡിസൈൻ. 2019 പുറത്തിറക്കിയ ട്രാവൽ ട്രൈപോഡിന്റെ വിജയത്തെ അടിസ്ഥാനമാക്കി പീക്ക് ഡിസൈൻ ട്രൈപോഡുകളെ വലിയ തോതിൽ പരിഷ്കരിച്ചു. ഇത്തവണ പ്രോലൈൻ എന്ന് വിളിക്കുന്ന 3 പുതിയ ട്രൈപോഡുകളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. പ്രോലൈറ്റ് ഏറ്റവും ചെറുതും പാക്ക് ചെയ്യാവുന്നതുമാണ്. സ്റ്റാൻഡേർഡ് പ്രോയ്ക്കും പ്രോട്ടാളിനും 197 സെന്റിമീറ്റർ പരമാവധി ഉയരമുണ്ട്. അവ ട്രാവൽ ട്രൈപോഡിനേക്കാൾ ഭാരമുള്ളതുമാണ്. കൂടുതൽ ഉറപ്പുള്ളതിനാൽ വീഡിയോ ഷൂട്ടർമാർക്ക് ഏറ്റവും പറ്റിയതാണ്. ഹെഡ് പുനർരൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. മൗണ്ടിംഗ്, ലോക്കിംഗ് സംവിധാനം പൂർണ്ണമായും പരിഷ്കരിച്ചു. സൂപ്പർ ഫാസ്റ്റ് ഫയൽ ട്രാൻസ്ഫർ സൗകര്യമൊരുക്കാൻ സോണി ആൽഫ 6700 ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യുന്നു. ഒരു ഫോണിലേക്കോ ടാബ്ലറ്റിലേക്കോ ഫയലുകൾ കൈമാറുമ്പോൾ പോലും ഷൂട്ടിംഗ് തുടരാൻ A6700 നിങ്ങളെ അനുവദിക്കും. വലിയ ഇവന്റുകൾ ഫോട്ടോ എടുക്കുമ്പോഴോ വേഗതയേറിയ പരിതസ്ഥിതികളിൽ പ്രവർത്തിക്കുമ്പോഴോ വളരെ ഉപയോഗപ്രദമാണ് ഈ സൗകര്യം. ട്രാൻസ്ഫർ തടസ്സപ്പെട്ടാൽ പ്രക്രിയ വീണ്ടും ആരംഭിക്കുന്നതിന് പകരം അവ പുനരാരംഭിക്കാനുള്ള കഴിവും സഹായകരമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിരിച്ചു വരുന്നു. പുതിയ മോണോപാൻ 50 ഫിലിം ലൈക്ക അവതരിപ്പിച്ചു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് 35mm ഫിലിം ഫോട്ടോഗ്രാഫിയുടെ ഒരു നൂറ്റാണ്ടിന്റെ ആദര സൂചകമായി ലൈക്ക ക്യാമറ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം അവതരിപ്പിച്ചു. 35mm ഫോട്ടോഗ്രാഫിയുടെ വ്യതിരിക്തമായ സൗന്ദര്യ ശാസ്ത്രത്തെ കൂടി ആദരിച്ചുകൊണ്ടാണ് ലൈക്ക അതിന്റെ ഉയർന്ന റെസൊല്യൂഷൻ മോണോപാൻ 50 ഫിലിം അവതരിപ്പിക്കുന്നത്. ജർമ്മനിയിൽ നിർമ്മിച്ച മോണോപാൻ 50 ലാൻഡ്സ്കേപ്പ്, ആർക്കിടെക്ചറൽ, സിറ്റിസ്കേപ്പ്, ട്രാവൽ ഫോട്ടോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേകിച്ചും അനുയോജ്യമാണ്. എത്ര നല്ല ക്യാമറ വാങ്ങിയാലും നല്ലൊരു ദൃശ്യം കാണുമ്പോൾ അത് നമ്മുടെ കയ്യിലില്ലെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ? ഇല്ല തന്നെ. അവിടെയാണ് സ്മാർട്ട് ഫോണിന്റെ പ്രസക്തി. അതെപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും. എങ്കിൽ പിന്നെ അത് നന്നായി കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. സ്മാർട്ട് ഫോൺ ക്യാമറ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട 6 പ്രധാന കാര്യങ്ങൾ ഇവയാണ്. 1. പ്രധാന ക്യാമറയാണ് ഏറ്റവും മികച്ച ക്യാമറ. സ്മാർട്ട് ഫോണുകളിൽ മുന്നിലും പിന്നിലുമായി 3-4 ക്യാമറകൾ ഉണ്ടെങ്കിലും ഏറ്റവും വലിയ സെൻസർ ഉള്ളത് പ്രധാന ക്യാമറയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ആ ക്യാമറയിൽ എടുക്കാവുന്ന ചിത്രങ്ങൾക്കാവും കൂടുതൽ റെസൊല്യൂഷനും ക്വാളിറ്റി. ഇനി റോയിൽ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. ചില ക്യാമറകളിൽ പ്രൊഫൈൽ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യാനാവും. റോയിൽ ഷൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ റെസൊല്യൂഷനും ക്വാളിറ്റിയും ഉണ്ടാവും. ഫോട്ടോകൾ ഷെയർ ചെയ്യും മുമ്പ് എഡിറ്റ് ചെയ്യണമെന്ന് മാത്രം. മാനുവൽ അഥവാ പ്രോ മോഡിൽ ഷൂട്ട് ചെയ്യുക. ഓട്ടോമാറ്റിക് മോഡിലാണ് എല്ലാവരും ഷൂട്ട് ചെയ്യുന്നത്. അതിന് ചില പരിമിതികളുണ്ട്. നമ്മുടെ കലാബോധമായിരിക്കില്ല നിർമ്മിത ബുദ്ധിയുടേത്. നമ്മുടെ ഭാവനയ്ക്കനുസരിച്ചുള്ള ചിത്രം ലഭിക്കാൻ അപ്പർച്ചറും ഷട്ടറും ISOയും വൈറ്റ് ബാലൻസും എല്ലാം മാനുവലായി സെറ്റ് ചെയ്യണം. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം തേർഡ് പാർട്ടി ക്യാമറ ആപ്പുകൾ പരീക്ഷിക്കുക എന്നതാണ്. ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലൂടെ ചിത്രങ്ങൾ എടുത്താൽ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഗുണനിലവാരം പ്രതീക്ഷിക്കാം. പ്രോകാമെക്സ്, ഓപ്പൺ ക്യാമറ, പ്രോഷൂട്ട്, പ്രോ ക്യാമറ, ഹാലിഡേ മാർക്ക് 2 എന്നിവയാണ് ലഭ്യമായ പ്രധാന ആപ്പുകൾ. ഇനി ഫുൾ ആസ്പെക്ട് റേഷ്യോ തിരഞ്ഞെടുക്കുക എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ഫോൺ സെൻസറുകൾക്ക് സാധാരണ 4:3 ആസ്പെക്ട് റേഷ്യോയാണ് ഉള്ളത്. നിങ്ങളുടെ ഫോണിന്റെ ക്യാമറ ആപ്പ് 16:9 പോലുള്ള മറ്റ് ഓപ്ഷനുകളാകും നൽകുക. ഇനി ഡിഫോൾട്ട് റെസൊല്യൂഷൻ സെറ്റ് ചെയ്യുക. ചില ക്യാമറയിൽ 200 MB റെസൊല്യൂഷനുള്ള ഫോട്ടോകൾ വരെ എടുക്കുവാൻ പറ്റും എന്ന് കരുതി 200 MB റെസൊല്യൂഷനിൽ എടുക്കുന്ന എല്ലാ ചിത്രങ്ങളും മികച്ചതാവണം എന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഡിഫോൾട്ട് റെസൊല്യൂഷൻ സെറ്റ് ചെയ്യുന്നതാവും നല്ലത്. അവസാനമായി ഒരു കാര്യം കൂടി. ആധുനിക മൊബൈൽ ഫോണിൽ നല്ല ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ഒട്ടേറെ സംവിധാനങ്ങൾ വേറെയുമുണ്ട്. എങ്കിലും ഫോൺ ക്യാമറയും സാധാരണ ക്യാമറയും തമ്മിൽ അജഗജാന്തരമുണ്ടെന്ന യാഥാർത്ഥ്യം വിസ്മരിക്കരുത്. ഇത്രയുമാണ് ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ. അടുത്ത വാർത്താ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച കാണാം. വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫോട്ടോവേഡിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. അടുത്തയാഴ്ച കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.